ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പോലീസുകാരെ ഭയന്ന് ഓടി വന്ന ജയനെ പ്രിയ തന്ത്രപൂർവ്വ റൂമിനകത്താക്കി കതകടച്ചിട്ട് പുറത്തോട്ട് വരുവാണ്. ആരുടെയും കണ്ണിൽപ്പെടാതെ ജയേട്ടനെ ഒളിപ്പിച്ചല്ലോ എന്നുള്ള സന്തോഷത്തോടെ പ്രിയ ഇങ്ങോട്ട് വരുമ്പോൾ ദാണ്ട നിൽക്കുന്നടാ നോക്കുകുത്തിയെ പോലെ കൊച്ചമ്മണിയുടെ ആ നോട്ടം അത്ര ശരിയല്ല. പ്രിയ ചോദിക്കുക, എന്താ? അതാ ഞാനും ചോദിച്ചത് എന്താന്ന്. പ്രിയ വീണ്ടും ചോദിക്കുക, നിങ്ങളോടല്ലേ ചോദിച്ചത് എന്താന്ന്? കൊച്ചമ്മണി വിടുവോ? അത് തന്നെ ഞാനും ചോദിച്ചത് എന്താന്ന്. എന്നാലേ രണ്ട് കുന്തം എന്നും പറഞ്ഞ് പ്രിയ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. കൊച്ചമ്മണി പറയാ, ഇതിലെന്തോ കള്ളത്തരമുണ്ട്, അത് കണ്ടുപിടിച്ചിട്ട് തന്നെയുള്ളൂ ബാക്കി കാര്യം. എൻ്റെ പാലച്ചോട്ടിൽ അറുകലേ എന്നെ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കൊച്ചമ്മണി. ഋതികയാണെങ്കിൽ ഈ സമയം എന്തോ ഓർത്തോണ്ടിങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുക. രാജു അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, ഇതെന്താടോ ചില അവാർഡ് പടങ്ങളിലെ പോലെ നോ ഡയലോഗ്? താൻ എന്തെങ്കിലും ഒന്ന് പറയണ്ട ഋതു. താൻ എന്താ വല്ലാത്ത ടെൻഷനിലാണല്ലോ, എന്തെങ്കിലും ഒന്ന് മിണ്ടു ഋതു. എൻ്റെ ലൈഫ് മുഴുവൻ എനിക്ക് ടെൻഷനാ രാജു. എന്നാലേ ഈ ടെൻഷൻ്റെ ഏക മെഡിസിനാണ് റിലേഷൻഷിപ്പ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്. ഏത് ടെൻഷനായാലും അത് പരസ്പരം ഷെയർ ചെയ്യുമ്പോഴാണ് അതൊക്കെ പരിഹരിക്കപ്പെടുന്നത്. അതുകൊണ്ട് അത് സോൾവ് ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യണം. എൻ്റെ ഋതുവിൻ്റെ ഇപ്പോഴത്തെ മനസ്സിലെ ടെൻഷൻ എന്താണെന്ന് ഞാൻ പറയട്ടെ. അതായത് വർമ്മ സാറിൻ്റെ തീരുമാനം എന്തായിരിക്കും അതോർത്തല്ലേ തൻ്റെ ടെൻഷൻ? അതേ രാജു, അത് തന്നെയാണ് എൻ്റെ ടെൻഷൻ. ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കണമെങ്കിലേ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മിനിസ്റ്റർ ലെവൽ തന്നെ വരണം. എൻ്റെ അച്ഛൻ CM ആകണം. അങ്ങനെ തന്നെ വരൂ ഋതു. അഥവാ വർമ്മ സാർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ മറ്റുള്ളവർ വിടുവോ? അതുകൊണ്ട് വർമ്മ സാർ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി. അംബികയാണെങ്കിൽ അവിടെ ബെഡ്റൂമിൽ ഇങ്ങനെ കട്ടിലിരുന്ന് ഭയങ്കര സങ്കടത്തോടെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ പ്രതാപൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാനാ ചേച്ചി ഇങ്ങോട്ട് വന്ന്. ഇവിടെ ആകുമ്പോൾ ചേച്ചിയും ഞാനും മാത്രമല്ലേ ഉള്ളു. ആ പൊട്ടൻ പ്രതാപൻ ഏതോ വലിയ ഇട കൊടുത്ത് ചെന്ന് ചാടാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. തേനൊഴുകുന്ന ശബ്ദത്തിലും സ്നേഹത്തിലും അംബിക പറയാ, പറമോനെ എന്താ പ്രശ്നം? എനിക്കറിയാം എൻ്റെ ചേച്ചിയുടെ മനസ്സ്. മകനെ ഓർത്ത് ചേച്ചി വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ക്ഷുദ്രജീവി അംബിക മനസ്സിൽ പറയാം, അത് കൊള്ളാലോ, ഇവൻ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാ. അതുകൊണ്ട് ഇത് മാക്സിമം മുതലെടുക്കണം. ഇനി അങ്ങോട്ട് തകർത്ത് അഭിനയിക്കുക തന്നെ വേണം എന്നും പറഞ്ഞ് അംബിക അതാണ്ട് അഭിനയിക്കാൻ തുടങ്ങി. ദീപക്കിനെ ഓർത്ത് ദേവി ചെയ്ത് എൻ്റെ ചേച്ചി വിഷമിക്കരുത്. മോനെ പ്രതാപ, ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും? ഞാൻ അവനെ പ്രസവിച്ചതല്ലേ. അവൻ എന്നോട് എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ. പക്ഷെ നിന്നോട് നന്ദികേട് കാണിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാനാ ചേച്ചി? അവനിങ്ങനെ തലതെറിച്ച് പോകുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? ശരിയാ മോനെ, അവനെ ആ ദീപക്കിന് നമ്മുടെ 3 പേരുടെയും സ്വഭാവമല്ല. ആ നെറികട്ടെ അവൻ്റെ തന്തയുടെ സ്വഭാവമാണ്. കൾച്ചർലെസ് ഫെലോ. അത് പോട്ടെ ചേച്ചി, ഇപ്പം നമ്മളോടൊപ്പം ഇല്ലാത്ത ആളിനെ കുറിച്ച് ഒന്നും പറയണ്ട. എന്തു ആയിക്കോട്ടെ ചേച്ചി, അവൻ എന്നോടിങ്ങനെ കാണിക്കാവോ? ഞാൻ അവനെ സ്നേഹിച്ച് വളർത്തിയതല്ലേ. സത്യത്തിൽ അവൻ്റെ ഗാർഡിയൻ ഞാനല്ലേ. അതാ മോനെ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്നോട് പോലും അവൻ എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ സഹിച്ചേനെ. മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ട് അംബിക പറയാം, പക്ഷെ എന്നാലും ഇത്രയും നന്ദികേട് എൻ്റെ മോനെ അവന് നിന്നോട് കാണിക്കാൻ എങ്ങനെ തോന്നി? ഈ സമയം രാത്രിയുടെ മറപറ്റി ദീപക്ക് തണ്ട ഗേറ്റിന്റെ പുറത്തിങ്ങനെ ഒളിച്ചും പതുങ്ങി നിൽക്കുന്നുണ്ട്. അംബികയുടെ കള്ളക്കണ്ണുനീരിന് മുന്നിൽ പ്രതാപം പറയാം, സ്വന്തം അച്ഛൻ ഉപേക്ഷിച്ചു പോയ അവനെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചാണ് വളർത്തിയെന്ന് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അങ്ങനെയുള്ള അവനെ എൻ്റെ ഇടനെഞ്ച് നോക്കി തന്നെ എന്നെ തൊഴിച്ചത്. മോനെ പ്രതാപ, നീ അവനോട് ക്ഷമിച്ചാലും ഞാൻ അവനോട് ക്ഷമിക്കില്ല. ഇനി ഈ ജന്മത്തിൽ എനിക്കിങ്ങനെ ഒരു മകനില്ല. ഇരിക്കപ്പിണ്ടം വെക്കുന്നതൊക്കെ പഴയ ഏർപ്പാടാ. അല്ലെങ്കിൽ ഞാൻ അവന് വേണ്ടി അതും കൂടെ അങ്ങ് ചെയ്തേനെ. എൻ്റെ ആങ്ങളയുടെ ഹൃദയം തകർത്തവനെ എനിക്കിനി മകനായിട്ട് വേണ്ട. അയ്യോ, എന്തോരം കണ്ണുനീരൊരുപ്പില്ല. മോനെ പ്രതാപ, എനിക്ക് നീ കഴിഞ്ഞേ മറ്റാരും ഉള്ളു. അവൻ ചെയ്തത് കുറച്ച് കൂടുതലായിപ്പോയി. പക്ഷേ ചേച്ചിക്ക് വേണ്ടി ഞാൻ അവനോട് ക്ഷമിക്കാൻ തയ്യാറാ. അതിനെനിക്ക് കുറച്ച് സമയം വേണ്ടി വരും ചേച്ചി. ദീപക്ക് ചുറ്റുപാടുമൊക്കെ നോക്കിയിട്ട് ദാണ്ട മതിൽ ചാടി അകത്തോട്ട് വരുന്നുണ്ട്. എന്തായാലും എൻ്റെ ചേച്ചി സമാധാനത്തോടെ ഇരിക്കും, എനിക്ക് അത്രേ ഇപ്പം പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അവിടെ നിന്ന് ആ റൂമിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. അംബിക മനസ്സിൽ പറയാം, എൻ്റെ ദൈവമേ, ദീപക്ക് ഇപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ വരുമല്ലോ. പാത്തും പതുങ്ങിയും വല്ല ചതിലും നാണ്ട ദീപക് കഥക് തുറന്ന് അകത്തോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് യാമിനി അതുവഴി വരുന്നുണ്ട്. പെട്ടെന്ന് ദീപക് അവിടെ കിടക്കുന്ന സോഫയുടെ പുറകിലോട്ടങ്ങ് ഒളിച്ചിരിക്കുവാണ്. അംബികയ്ക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. അംബിക ഇങ്ങനെ റൂമിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴാ ഹോളിൽ കൂടെ തന്നെ രാജുവും ഋതികയും പോകുന്നുണ്ട്. അത് ദീപക് കാണുന്നു. പക്ഷേ രാജുവും ഋതികയും ദീപക്കിനെ കണ്ടില്ല. ചേടാ, കൃത്യസമയത്ത് തന്നെ ശല്യങ്ങൾ ഇവിടെ വന്നല്ലോ എന്നിങ്ങനെ ദീപക് പറയുക. ഇവരോടുള്ളപ്പോൾ അകത്തോട്ട് കയറുന്നതും വളരെ റിസ്ക് ആണല്ലോ. എന്നാൽ ഇന്ന് പാസ്പോർട്ട് എടുക്കണ്ട, അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ച് ദീപക് പുറത്തോട്ട് പോകാനായിട്ടിങ്ങനെ ഒരുങ്ങുമ്പോൾ
യാമിനി നോക്കുമ്പോൾ ആരോ പുറത്തു പോകാനൊരുങ്ങുന്നു. അയ്യോ കള്ളൻ കള്ളൻ പറഞ്ഞ് യാമിനി വിളിച്ചു കൂവാണ്. ദീപക്കാണെങ്കിൽ ഈ സമയം പുറത്തോട്ട് പോകാതെ വീണ്ടും ആ സോഫയുടെ അടിയിലോട്ട് ഒളിച്ചിരിക്കുവാണ്. യാമിനി കള്ളൻ കള്ളൻ അലറുമ്പോൾ ദീപക്ക് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് വന്ന് യാമിനിയുടെ വായ ഇങ്ങനെ കുത്തിപ്പിടിക്കുക. അയ്യോ ബഹളം വെക്കല്ലേ, ഞാൻ കള്ളനല്ല. വാ പൊത്തിയിട്ടും യാമിനി ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. എന്തോ ആർക്കോ അപകടം പറ്റിയ പോലാണല്ലോ ശബ്ദം. രാജുവും ഹൃദയ അത് കേൾക്കുന്നുണ്ട്, പ്രതാപനും അത് കേൾക്കുന്നുണ്ട്. ദീപക്കിന്റെ കയ്യിൽ കിടന്ന് ശ്വാസം കിട്ടാതെ കിടന്ന് പെടയുവാണ് യാമിനി. അയ്യോ ഞാൻ കള്ളനല്ല, ഞാൻ ദീപക്കാണ് എന്നൊക്കെ ദീപക്ക് പറയുന്നുണ്ട്. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ എന്നും പറഞ്ഞ് രാജുവും ഹൃതിക അങ്ങോട്ട് ഓടി വരുവാണ്. അംബികയും കേൾക്കുന്നുണ്ട്. ആരോ ശ്വാസം എടുക്കാൻ വയ്യാത്ത പോലുള്ള കരച്ചിലാണല്ലോ. എന്തൊക്കെയാ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന പ്രതാപനും പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് വരുവാണ്. രാജുവും ഹൃതികയും ഹാളിലോട്ട് ഓടി വരുമ്പോൾ ദാണ്ട ദീപക്കിന്റെ കയ്യിൽ കിടന്ന് പെടയുവാണ് യാമിനി. എന്തടാ കാണിച്ചതെന്ന് പറഞ്ഞു ഓടി വന്ന് രാജു ദീപക്കിനെ അങ്ങ് പൂട്ടിടുന്ന പോലെ അങ്ങ് പിടിച്ചു കഴിഞ്ഞു. യാമിനി ബോധമില്ലാതെ സോഫയിലോട്ട് അങ്ങ് വീണു. നീ എന്താടാ ചെയ്ത്? ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ് ദീപക്കും ബഹളം വെക്കുവാണ്. നീ എൻ്റെ ചെറിയമ്മയെ കൊല്ലാൻ നോക്കിയോടാ എന്നും പറഞ്ഞ് ഹൃതിക കൊടുത്തവന്റെ കർണക്കുറ്റിക്ക് ഒരൊറ്റടി. രാജു ഇവനെ വെറുതെ വിടരുത്, എന്താ ഇവിടെ എന്നും പറഞ്ഞ് പ്രതാപൻ ഓടി വരുന്നുണ്ട്. പുറകെ അംബികയും വരുന്നുണ്ട്. ബോധമില്ലാതെ കിടക്കുന്ന യാമിനി നോക്കി പതറിക്കൊണ്ട് പ്രതാപൻ അയ്യോ യാമിനി എന്താ? പെട്ടെന്ന് ഹൃതിക തന്റെ യാമിനിയുടെ മുഖത്ത് വെള്ളം തളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. യാമിനി കണ്ണു തുറന്നപ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, എന്താ ഇവിടെ സംഭവിച്ചത്? കരഞ്ഞോണ്ട് യാമിനി ഇവൻ എന്നെ കൊല്ലാൻ നോക്കുമായിരുന്നു. അംബികയാകെ ഞെട്ടി നിൽക്കോ. എന്ത് പറയാൻ, എന്തൊക്കെയോ കണ്ണ് കാണിക്കുന്നുണ്ട് മോനൊട്ട് മനസ്സിലാകുന്നുമില്ല. ഓടിപ്പോടാന്നൊക്കെ കണ്ണു കാണിക്കുകയാണ് അംബിക. പക്ഷെ രാജുവിന്റെ പിടി വിട്ടിട്ട് വേണമല്ലോ അവൻ ഓടാന്. പ്രതാപൻ അടുത്തോട്ട് വന്ന് ഡാന്നും വിളിച്ച് കൊടുത്തവന്റെ ചെവിക്കുറ്റി നോക്കി ഒരൊറ്റ അടി. എടാ ദ്രോഹി, നീ യാമിനെ ഉപദ്രവിക്കും അല്ലേടാ എന്നും ചോദിച്ച് വീണ്ടും അവനെ അടിക്കുവാണ്. അടി ദീപക്കിനാ കൊണ്ടതെങ്കിലും പൊട്ടിക്കരയുന്നത് അംബികയാണ് പുറകിൽ നിന്ന്. അയ്യോ വല്യമ്മാവ, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വന്നതല്ല, ഞാൻ എൻ്റെ പാസ്പോർട്ട് എടുക്കാൻ വന്നതാ. അവന്റെ ഒരു പാസ്പോർട്ട് എന്നും പറഞ്ഞ് തലങ്ങും വിലങ്ങ് വിട്ട് തല്ലുവാണ് പ്രതാപൻ അവനെ. അയ്യോ വല്യമ്മാവ, എന്നെ ഇനി തല്ലരുത്. എടാ നീ എൻ്റെ ശത്രുക്കളുടെ കൂടെ നടന്നിട്ട് ചട്ടമ്പിത്തരം കാണിക്കാൻ എൻ്റെ വീട്ടിൽ വന്ന് കയറുന്നു. വീണ്ടും അവൻ്റെ ചെവിക്കുറ്റി നോക്കി അടിക്കുവാണ് പ്രതാപൻ. അംബികയാന്ന് നിന്ന് വിങ്ങിപ്പൊട്ടി കരയുവാണ്. യാമിനി കരഞ്ഞോണ്ട് പറയാം, മതി ചേട്ടാ, ഇനിയും തല്ലിയാൽ ആ ദ്രോഹി ചത്തുപോകും. ഈ വൃത്തികെട്ടവനെ കൊന്നതിന്റെ ദുഷ്പേര് ചേട്ടന്റെ പെടലിക്ക് വന്ന് വീഴുവല്ലെങ്കിൽ. പ്രതാപന്റെ ദേഷ്യം കൂടുന്നതല്ല, അത് അല്പം പോലും കുറയുന്നില്ല. വീണ്ടും അവന്റെ ചെവിക്കുറ്റി നോക്കി അങ്ങ് അടിയോടടി. എടാ ഇത് നീ എൻ്റെ ശത്രുക്കളോടൊപ്പം പോയി ചേർന്നതിനല്ല, എൻ്റെ അനുജത്തിയെ നീ ഉപദ്രവിച്ചതിനാ എന്നും പറഞ്ഞ് വീണ്ടും അവൻ്റെ ചെവിക്കുറ്റിക്കടിക്കുവാണ്. എങ്ങനെയാ മകനെ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കുന്നത് ചിന്തിച്ചിട്ട് പെട്ടെന്ന് അംബിക ഒരു അഭിനയം. പ്രതാപനെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് ദീപക്കിന്റെ ഷർട്ടിന്റെ കോളറെ പിടിച്ചിട്ട് അവൻ്റെ ചെവിക്കുറ്റി നോക്കി ഒരൊറ്റടി. എടാ ദ്രോഹി, എന്തിനാടാ നീ ഇങ്ങനെ ജീവിക്കുന്നത്? അമ്മയെ നാം വിളിക്കുന്നുണ്ട്. അമ്മയും കൂടെ അറിഞ്ഞുകൊണ്ടാണെന്ന് ദീപക്കിന്റെ വായിനങ്ങനെ വീഴുവോ എന്നുള്ള പേടിയുണ്ട് അംബികയ്ക്ക്. അവനെ വാ തുറക്കാൻ വിടാതെ അംബിക വീണ്ടും അവനെ അടിക്കുവാണ്. നീ ഇനി എന്നെ അമ്മയെന്ന് വിളിക്കരുത്, ഞാൻ നിന്റെ അമ്മയല്ല. ഈ സമയം ഹൃതിയെ ഓടി വന്ന് റൂമിനകത്ത് കയറി അവൻ്റെ പാസ്പോർട്ട് എടുത്തോണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇന്നാടാ നിന്റെ പാസ്പോർട്ട് എന്നും പറഞ്ഞ് വലിച്ചെറിയുന്നുണ്ട് അവൻ്റെ മുഖത്തോട്ട്. ഇതെടുത്തോണ്ട് നീ ഇവിടുന്ന് പൊയ്ക്കോണം, ഇനി നിന്റെ നിഴല് പോലും ഈ പരിസരത്തെങ്ങും കണ്ടുപോയേക്കരുത്. അംബിക വീണ്ടും അഭിനയിക്കുക, ഇറങ്ങി പോടാ വെളിയിൽ എന്നും പറഞ്ഞ് മോനെ അവിടെ നിന്ന് തള്ളി ഓടിച്ചു വിടുന്നുണ്ട്. കാരണം അവരെല്ലാവരുടെ തല്ലിക്കൊല്ലുമെന്ന് അംബികയ്ക്ക് അറിയാം. പ്രതാപനെ ഒന്ന് മയക്കാൻ വേണ്ടി പെട്ടെന്ന് അംബിക ഒരു കള്ളക്കരച്ചിലും അത് കണ്ടുകൊണ്ട് പ്രതാപൻ സങ്കടത്തോടെ ചേച്ചിന്ന് വിളിക്കുക. അംബിക ഓടി റൂമിലോട്ടങ്ങ് പോവുക. ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ദീപക്ക് വായും കഴുത്തും ചേർന്നാണ് യാമിനിയെ പിടിച്ചമക്കിയത്. യാമിനിക്ക് നല്ല കഴുത്തുവേദനയുണ്ട്. ഋതികയാണെങ്കിൽ യാമിനിയുടെ കഴുത്തിന് ബാമൊക്കെ പുരട്ടി കൊടുക്കുവാണ്. രാജു വന്നിട്ട് പറയാം, ഋതു ഇതുകൊണ്ടൊന്നും പറ്റില്ല, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചാലോ? വേണ്ട രാജു, നല്ല വേദനയുണ്ട്, എന്നാലും കുറച്ച് കഴിഞ്ഞ് നോക്കാം. ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, സാരമില്ല, ഞാനത് സഹിച്ചോളാം. എന്നാലും ആ യൂസ്ലെസ് മോളെ, അവനവിടെ ഒളിച്ചിരിക്കുമായിരുന്നല്ലോ. ഓർക്കാപ്പുറത്തല്ലേ അവൻ എൻ്റെ കഴുത്തിന് കയറി പിടിച്ചത്. എന്തായാലും എൻ്റെ അച്ഛൻ ശരിക്ക് കൊടുത്തിട്ടുണ്ട്, എനിക്ക് അതും മതി. അപ്പൊ രാജു പറയാം, ഋതുവിന് മാത്രമല്ല സന്തോഷമായത്, അവനും സന്തോഷമായി. യാമിനി പറയാം, ഈ വേദനയും സഹിക്കാം, പക്ഷെ അവൻ്റെ അമ്മയുടെ സ്ഥിരമായിട്ടുള്ള ഡ്രാമയാണ് സഹിക്കാൻ പറ്റാത്തത്. അവരല്ലെങ്കിലും നല്ല പെർഫോമൻസുകാരിയാണല്ലോ ചെറിയമ്മേ. രാജു പറയാം, കോയമ്പത്തൂർ നിൽക്കുന്ന ശേഖരൻ സാറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ മാഡം? അയ്യോ അതൊന്നും വേണ്ട രാജു, ശേഖരേട്ടൻ വെറുതെ പേടിക്കും. ഇവിടുന്ന് പോയ കാര്യം ചെയ്തു തീർക്കാതെ പെട്ടെന്ന് ഇനി തിരിച്ചു പോരുകയും ചെയ്യും. അപ്പോൾ പ്രതാപൻ ആ റൂമിലോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് യാമിനി എഴുന്നേക്കാൻ ശ്രമിക്കുക. വേണ്ട യാമിനി, യാമിനി അവിടെ ഇരിക്കും എന്നും പറഞ്ഞ് യാമിനി അവിടെ ഇരുത്തുകയാണ്. പ്രതാപൻ സങ്കടത്തോടെ പറയാം, യാമിനി ഞാൻ നിന്നോട് മാപ്പി ചോദിക്കുക. അയ്യോ അവൻ എന്നെ ഉപദ്രവിച്ചതിന് ചേട്ടൻ എന്തിനാ മാപ്പി ചോദിക്കുന്നത്? അത് വളർത്തു ദോഷത്തിന്, ഞാനല്ലേ അവനെ വളർത്തിയത്. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ വളർത്തിയതല്ലേ ഈ ഋതുമോളെ?
എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വളരെ കുട്ടിക്കാലം പോലെ ചേട്ടനോടൊപ്പം കൂടി ചേട്ടന്റെ മാനസപുത്രനായിട്ട് വളർന്നതല്ലേ ഈ രാജു. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് ചേട്ടന്റെ വളർത്തുദോഷമൊന്നും അല്ല ചേട്ടാ. തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയാൻ അവൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അവൻ ഇത്രയും വഷളാകാനുള്ള ഏക കാരണക്കാരി ചേച്ചി തന്നെ. അതിൽ യാതൊരു സംശയമില്ല ചേട്ടാ. യാമിനി ചേച്ചിക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതായിപ്പോയി. ഇതൊക്കെ ഓരോ ജന്മങ്ങളുടെ കുഴപ്പമാ. യാമിനി റെസ്റ്റ് എടുക്ക്. രാജു, ഋതികെ, യാമിനിയുടെ കഴുത്തിന് നീര് വന്നാൽ നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അവിടുന്ന് പോവുകയാണ്. കണ്ടോ ചെറിയമ്മേ, അച്ഛൻ ഇപ്പോഴും അവരെ കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. ദീപക്ക് നേരെ വന്നിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ അനന്തംപിള്ളയെ കാണാൻ. അനന്തംപിള്ളയെ കാണാനുള്ള പെർമിഷൻ മേടിച്ചോന്ന് തോന്നുന്നു. പോലീസുകാരൻ അനന്തംപിള്ളയെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അനന്തംപിള്ള ദീപക്കിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയാം, എടാ എന്ത് ധൈര്യത്തിലാടാ നീ എന്നെ കാണാൻ വന്നത്? അവർക്കൊക്കെ നിന്നെയും സംശയമുണ്ട്. ഞാൻ നിന്നെ ഇതിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കാൻ വളരെ പാടുപെടുകയാണ്. എനിക്കറിയാം അങ്കിളെ, അങ്കിൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അങ്കിളിനെ കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് കയറി വന്നത്. വലിയ ഓഫീസേഴ്സൊക്കെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എടാ ദീപക്കെ നീ ഇവിടെ വേഗം പൊയ്ക്കോ, അല്ലെങ്കിൽ അന്വേഷണം നിന്റെ നേരെയും വരും. ഞാൻ പൊയ്ക്കോളാം അങ്കിളെ, പക്ഷെ അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അങ്കിളെ, ഞാൻ അമേരിക്കയിലോട്ട് പൊയ്ക്കോട്ടെ? എന്തിനാ? എൻ്റെ മോളെ കാണാനാണോ? എന്നാ നീ പൊയ്ക്കോ. എന്തായാലും ഞങ്ങൾ നിന്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുമല്ലേ. അവക്കും നിന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അത് മാത്രമല്ല, ഈ അവസരത്തിൽ നീ ഇവിടുന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. നീ വരുമെന്നുള്ള കാര്യം ഞാൻ മോളെ വിളിച്ച് അറിയിച്ചേക്കാം. ചെകുത്താൻ്റെ ബുദ്ധിയുള്ള അനന്തനോടാണ് ഇവൻ പോയി സംസാരിക്കുന്നത്. അങ്കിളെ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അതിനെന്താ, എൻ്റെ അനുഗ്രഹം എപ്പോഴും നിനക്കൊണ്ടല്ലോ. ഏതോ വലിയ ഊരാക്കുടുക്കിലോട്ടാണ് ദീപക്കനെ പറഞ്ഞു വിടാൻ പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ദീപക്ക് അനന്തംപിള്ളയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ദീപക്കെ, നീ എൻ്റെ മരുമകനാകാൻ പോകുന്നതുകൊണ്ട് നിന്നെയും കുരുക്കാൻ പലരും നോക്കും. അതിലൊന്നും ചെന്ന് വീഴാതെ നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഞാൻ അവളെ വിളിച്ച് പറഞ്ഞേക്കാം. അവിടെ എയർപോർട്ടിൽ അവൾ നിനക്കായി കാത്തു നിൽക്കും. അപ്പോൾ മോനെ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചതാണ് ദീപക്കനെ പറഞ്ഞു വിടുവാണ്. ഋതിയെ ഇങ്ങനെ റൂമിൽ നിൽക്കുക. രാജു പുറകെ കൂടെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയാം, അങ്ങനെ ഒരു വലിയ ഭാരം വിജയകരമായിട്ട് ഇറക്കി വെച്ചു. സന്തോഷമായി. എവിടെ സന്തോഷമായെന്നാ രാജു പറയുന്നത്? ഇലക്ഷൻ തൂത്തുവാരി, അതൊക്കെ ഓക്കെ. പക്ഷെ നമ്മുടെ ഭാരങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല രാജു. കുരുക്കുകൾ പലതും ഇങ്ങനെ മുറുകി കിടക്കുക. അതെല്ലാം ഓരോന്നോരോന്നായിട്ട് അഴിച്ച് എല്ലാം പരിഹരിക്കണം രാജു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജഗന്നാഥനെങ്കിൽ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് ശരിയാറുതു, പക്ഷെ അത് ആനന്ദംപിള്ളയ്ക്കല്ലേ അറിയാവൂ. അത് അയാളെ കൊണ്ട് പറയിപ്പിക്കണം രാജു. അത് റിസ്ക് ആറുതു. അയാൾ പറയുമെന്ന് തോന്നില്ല. എന്ത് റിസ്ക് ആയാലും നമ്മളത് ഏറ്റെടുത്തേ പറ്റൂ. അയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും അത് പറയിപ്പിക്കണം. എൻ്റെയും രാജുവിൻ്റെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. തെറ്റിദ്ധാരണകൾ മാറി അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണം. എൻ്റെ ഋതു, നീ ധൈര്യമായിട്ടിരിക്കും. ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളെയാണ് ഒരു ഗീതോപദേശത്തോടുകൂടി 138 സീറ്റും വാങ്ങിക്കൊടുത്ത് അധികാരത്തിലേക്ക് കൊണ്ടുവന്നില്ലേ. അതിലും വലിയ റിസ്ക് ഉണ്ടോ ഇതിനകത്ത്? നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ വളരെ വിജയകരമായി തന്നെ എത്തിച്ചേരും. ഇതൊക്കെ കൂടാതെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് രാജു നമ്മുടെ ജീവിതത്തിൽ. അയ്യോ, ഇനിയും പ്രശ്നം? അതേ രാജു, ശ്രീലക്ഷ്മിയുടെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റണ്ടേ? എൻ്റെ ഋതു, എല്ലാവരുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴാണെന്ന് സ്വസ്ഥതയായിട്ടിരിക്കുന്നത്? എന്ത് ചെയ്യാനാ രാജു, നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലായി പോയല്ലോ. എനിക്കിങ്ങനെ പ്രോബ്ലംസ് വരുമ്പോൾ രാജുവിൻ്റെ അടുത്തിരിക്കാനോ മനസ്സ് തുറന്ന് സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല. രാജു എന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ വളരെ സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ജീവിക്കായിരുന്നു, അല്ലേ രാജു? ശരിയാ ഋതു, ഞാൻ ഇക്കാര്യം പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. മറ്റൊരു പെണ്ണിനെ ഞാൻ താലി കെട്ടിയിരുന്നതെങ്കിൽ എൻ്റെ ലൈഫ് എത്ര റൊമാൻറ്റിക് ആകുമായിരുന്നു. അയ്യോ, രാജു എന്തോ പറഞ്ഞത്? അതെ, മറ്റൊരു പെണ്ണിനെ കെട്ടാനുള്ള പോസിറ്റീവായ ഡയലോഗുകളാണ് ഞാനിപ്പോൾ പറഞ്ഞതേ. എന്ന് വെച്ചാൽ എന്താ രാജു പറയുന്നത്? ഞാനേ വേറൊരു പെണ്ണിനെ കെട്ടിക്കോട്ടെ? ആഹാ, നിന്റെ മനസ്സിലിരിപ്പ് ഇങ്ങനെയാണോ? നിന്നെ കൊല്ലും ഞാൻ, നിന്നെയും കൊല്ലും, ഞാനും ചാവും എന്നും പറഞ്ഞ് ഋതി രാജുവിനെ അവിടെ ഇട്ട് ഓടിക്കുവാണ്. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ, എന്നെ അടിക്കല്ലേ എന്നൊക്കെ രാജു വിളിച്ചു പോകുന്നുണ്ട്. അയ്യോ എൻ്റെ ഋതുമോളെ, ഈ ഋതുമോളല്ലേ ഈ പാവൻ രാജുവിൻ്റെ ലോകം. രാജുവിനറിയാവോ ആരുടെ വാരിയിൽ നിന്ന് ഔവയെ സൃഷ്ടിച്ചത്? ഔവയെ സൃഷ്ടിച്ചതേ ആദാമിന്റെ മകൻ അബുവിന്റെ കൊച്ചുമകൻ അരീഫയുടെ വാരിയലിൽ നിന്ന്. രാജു അങ്ങനെ പറഞ്ഞ ഋതിയെ കളിയാക്കുവാണ്. പക്ഷെ എൻ്റെ ഋതികയെ സൃഷ്ടിച്ചത് ഈ രാജുവിൻ്റെ ഒന്നാന്തരം വാരിയലിൽ നിന്ന്. അവരങ്ങനെ വളരെ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അനന്തംപിള്ളയെ അനുഗ്രഹിച്ച് ദീപക്കിനെ വിട്ടത് എങ്ങോട്ടായിരിക്കും? ഏതെങ്കിലും ഒരു പടുകുഴിയിലോട്ടാണോ? അവൻ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ പോലീസോടെ കാത്തു നിൽപ്പുണ്ടാവുമോ? അംബിക ഇനി എന്തൊക്കെ നാടകങ്ങളാണ് പ്രതാപൻ്റെ മുന്നിൽ കളിക്കുന്നത്? അതെല്ലാം നമുക്കിനി അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.